ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ആയത്തിൽ ഞാൻ ഒരുപാട് കാലം കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ 2 കൊല്ലത്തിനിടയിൽ ഒരു അർത്ഥം കണ്ടെത്തി. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ, ഈ ദിക്റിനെ ഞാൻ ഇറക്കിയിട്ടുണ്ട്, വഇന്നാ ലഹു ലഹാഫിളൂൻ, യൂറോപ്പിൽ നിന്നും ഞാൻ ആ ദിക്റിനെ അന്ത്യനാൾ വരെ സംരക്ഷിക്കും എന്നായിരിക്കും അതിനർത്ഥം. എന്തുകൊണ്ട്? ലോകത്ത് വന്ന എല്ലാ സ്പിരിച്വൽ വേദഗ്രന്ഥങ്ങളെയും നശിപ്പിച്ചത് യൂറോപ്പ് മാത്രമാണ്. യൂറോപ്പ് മാത്രം, യൂറോപ്പ് എന്നല്ല, യൂറോപ്പ്. എനിക്കൊന്നും തിരിയുന്നില്ല. എനിക്കിപ്പോൾ അന്തം പോയി. 2 വർഷമൊക്കെ കിട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമസ്ത മുസ്ലിയാക്കന്മാര്, സമസ്തയുടെ നേതാക്കന്മാര്, ഇവരിൽ നിന്ന് എപ്പോഴും റബ്ബിനോട് കാവൽ തേടണം. കാരണം സമൂഹത്തിനെയും ഈ ഉമ്മത്തിനെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് എന്ന് പലപ്പോഴും ഞാൻ പറയലുണ്ട്, ആവർത്തിച്ച് പറയുകയാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ അവർ വിളമ്പിക്കൊണ്ടേയിരിക്കുക. അവർ വിളമ്പും തോറും നമ്മളതിന് വിശദീകരിച്ച് ജനങ്ങളെ ഉത്ബുദ്ധരാക്കേണ്ട ധാർമ്മികമായ കടമ നമുക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നന്മ ഉപദേശിക്കുന്ന തിന്മ തടയുന്ന ഒരു വിഭാഗം ഉണ്ടാകണം. ആ വിഭാഗം ഉണ്ടായേ പറ്റൂ. അത് ഉണ്ടായത് കൊണ്ടാണ് ഈ രൂപത്തെങ്കിലും പിന്നെ ദീൻ നിലനിൽക്കുന്നത്. ഇവരെ കയ്യിലൊക്കെ ദീൻ കിട്ടുകയാണെന്നിട്ട് അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇവിടെ ദേവത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് തൗഹീദി പ്രസ്ഥാനങ്ങൾ ഇവിടെ ഇല്ല എങ്കിൽ പിന്നെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുക? പഴയ ജഹാലത്തിലേക്ക് ഉമ്മത്തിന് ഇവർ കൊണ്ടുപോകൂലേ? ഇപ്പൊ നോക്ക് നിങ്ങൾ, റഹ്മത്തുള്ളാ ഖാസിമി. അപ്പൊ അദ്ദേഹം EK സമസ്തയുടെ വലിയ നേതാവാണ്. രണ്ടും കണക്കാണ്, 2 പാർട്ടിക്കാരും കണക്കാണ്. നമുക്ക് ഒന്ന് ചക്കര ഒന്ന് തേനൊന്നുമില്ല, രണ്ടും കണക്കാണ്. അപ്പൊ EK സമസ്തയുടെ നേതാവാണ് റഹ്മത്തുള്ളാ ഖാസിമി. മൂപ്പര് കണ്ണടച്ച് കുറെ ഛർദ്ദിക്കും. ഇന്നതാണ് പറയാ എന്നുള്ള കാര്യമൊന്നും മൂപ്പർക്ക് അറിയില്ല. മൂപ്പർക്ക് ഒരു അന്തം ഇല്ലെന്ന് മൂപ്പര് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ ഏറുവാടിയിലേക്ക് ഈ അടുത്ത കാലത്ത് കുറേ എണ്ണം ചങ്ങലക്കിട്ടിട്ട് പിന്നെ മരിച്ചു പോയിരുന്നു. അപ്പം അവിടെ ഒഴിവുണ്ട്. കാരണം ജദിബിൻ്റെ ഹാലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അന്തം കുന്തമൊന്നും ഉണ്ടാവൂല. അത് മൂപ്പര് സമ്മതിക്കുന്നുണ്ട്. കണ്ണടച്ചിട്ട് ഇങ്ങോട്ട് പറയുകയാണ്, അത് ഖുർആനാണോ ദീനാണോ ഹദീസാണോ ഇതൊന്നും മൂപ്പർക്ക് ബാധിക്കുന്ന കാര്യമല്ല. മുമ്പ് കാലത്ത് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ സലഫികൾ പുത്തംവാദികൾ പിന്നെ ഫുള്ളായിട്ട് ഓതൂല, ആയത്ത് ഫുള്ളായിട്ട് അർത്ഥം പറയില്ല. അവർക്ക് തോന്നുന്ന രൂപത്തിൽ അർത്ഥം പറയും. ആ അറ്റവും പിടിക്കും, ഈ അറ്റവും പിടിക്കും, നടുഭാഗം വിട്ട് കളയും. ഇങ്ങനെയൊക്കെ ആശയം ഇവർ പ്രചരിപ്പിച്ചത്. ഇപ്പൊ നോക്കി, 2 വർഷം വരെ 15-ാം അധ്യായം 9-ാമത്തെ ആയത്താണ് ഇവിടെ വിഷയം. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നിശ്ചയമായും നാം തന്നെയാണ് ഈ പ്രമാണത്തിന്, അതായത് ഖുർആനിനെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു കൊള്ളുമെന്ന് അള്ളാഹു വാക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ തന്നെ ഈ ലോകത്തെ പരിശുദ്ധ ഖുർആൻ നിലനിൽക്കും. ഈ ആശയമായിരുന്നു, അർത്ഥമായിരുന്നു റഹ്മത്തുള്ളാ ഖാസിമിക്ക് 2 വർഷം വരെ. ഇപ്പം മൂപ്പര് അർത്ഥം മാറ്റി, അത് യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവർ പിഴപ്പിക്കുന്ന വർഗ്ഗമാണ്. ഇത് കേട്ടിട്ടാണ് അണികൾ, ഇവർ സ്വയം പിഴയ്ക്കുന്നു, മറ്റുള്ളവരെ പിഴപ്പിക്കുന്നു. എന്നിട്ട് പിന്നെ പരലോകത്ത് എത്തിയിട്ട് ഈ അണികൾ പിന്നെ നേതാക്കന്മാരനുസരിച്ച് പോയി റബ്ബേ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷപ്പെടും, അണികൾ ഇല്ല, ഇവർക്കും കിട്ടും. അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ച് ഇവരുടെ ഷെറിൽ നിന്ന്, കാരണം ഇതിനേക്കാൾ വലിയ ഈ അള്ളാന്റെ ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റുക, വഴി പഴപ്പിക്കുക, അതിനേക്കാൾ വലിയ അക്രമി ആരാണ് വേറെ ഉള്ളത്? അപ്പം ഇവരുടെ ഷെറിൽ നിന്ന് നാം റബ്ബിനോട് കാവൽ തേടണം. കാരണം ഇവർ ആ രൂപത്തിൽ ഈ ഉമ്മത്തിനെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഏറ്റവും വലിയ ആക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മ ഉപദേശിക്കുന്നതിന് പകരം തിന്മ തടയുന്നതിന് പകരം തിന്മ മാത്രം പഠിപ്പിച്ച് പിഴപ്പിക്കുന്ന നേതാക്കന്മാർ, അണികളെ പിഴപ്പിക്കുന്ന നേതാക്കന്മാർ. അപ്പം ഇവർക്ക് തോന്നുന്ന സമയത്ത് ഖുർആന്റെ അർത്ഥം മാറ്റാം. ഇക്കൊല്ലം 1, അടുത്ത കൊല്ലം 1, ഇപ്പം 2 കൊല്ലം കഴിഞ്ഞ് ഇനിയിപ്പോൾ മാറുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം യൂറോപ്പ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഈ ആയത്ത് ഇനിയിപ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ റഹ്മത്തുള്ളാ ഖാസിമി അപ്പോൾ ഇൽഹാം വരികയാണ്, ഒരു വഹി ജദിബിൻ്റെ ഹാലിൽ ഇനിയിപ്പോൾ എന്തും വിളിച്ച് പറയാം. പക്ഷേ ഈ ചങ്ങായിനെ പറ്റി കണ്ണടച്ചിട്ട് എന്തും വിളിച്ച് പറഞ്ഞാൽ അതൊക്കെ നല്ല മദ്ഹായിട്ടാണല്ലോ എല്ലാവരും ഉൾക്കൊള്ളുക. മുമ്പിൽ കണ്ണടച്ചിട്ടേ പറയുള്ളൂ. അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാൻ വേണ്ടി കുറേ ആൾക്കാർ അതിന് വേണ്ടി ഇരിക്കുന്നുണ്ട്, ഇയാളെ വായിന്ന് വീഴുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഈ സമൂഹത്തിൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായിരുന്നാലും കൃത്യമായി റബ്ബിനെ ദുആ ചെയ്തോ. കാരണം വെച്ചാൽ
ഇവരുടെ ഷെറ് വലിയ ഷെറാണ്, ജനങ്ങളെ പിഴപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഗ്രന്ഥം അവർ മറച്ചു പിടിക്കുകയാണ്. അപ്പോൾ അവർക്ക് അള്ളാന്റെ ശാപം കിട്ടും. ഇനി ആര് ശപിച്ചാലും ആ ശാപം അവർക്ക് തന്നെയാണ് കിട്ടുക. ജീവിച്ചിരിക്കുന്നവർക്ക് ഉത്ബോധനം കൊടുക്കാൻ സൂറത്ത് യാസീനിൽ പറഞ്ഞാൽ അത് മരിച്ചെടുത്ത് പോയി ഓതും. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതിനൊക്കെ വിപരീതം, ഖുർആൻ പറയുന്നതിനൊക്കെ വിപരീതം ഇതേ ഇവർ ചെയ്യുള്ളൂ. എന്നിട്ട് ഇവർക്ക് സ്വന്തമായ ഒരു ആശയം, സ്വന്തമായ അർത്ഥം കൊടുക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.